യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ബൈബിളിലെ സാമൂഹ്യ ദർശനം എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ സാമൂഹ്യ ദർശനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അത് നമ്മൾ അവസാനിപ്പിച്ച ശേഷം പുതിയ നിയമ ഗ്രന്ഥങ്ങളിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ച് ഈ പുതിയ എപ്പിസോഡ് മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, നമ്മൾ പഴയ നിയമത്തിലെ സാമൂഹിക ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണ്. ഇത് തമ്മിൽ കൂട്ടിയിണക്കുന്ന പൊതുവായ കാര്യങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. പഴയ നിയമത്തിലെ സാമൂഹ്യ ദർശനവും പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനവും തമ്മിൽ സാമ്യമുണ്ട്. നമുക്ക് പറയാം, പഴയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൻ്റെ തുടർച്ചയും അതിൻ്റെ പൂർണ്ണതയും നമ്മൾ പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തുടർച്ചയാണ്, അതിൻ്റെ പൂർണ്ണതയാണ്. എന്നുവെച്ചാൽ പരസ്പരം പൂരകങ്ങൾ. അതെ, പരസ്പരം ബന്ധപ്പെടും. ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു തുടർച്ചയുണ്ട്. തുടർച്ച മാത്രമല്ല, ഒരു വളർച്ചയും ഉണ്ട്. അതിൽ തുടർച്ചയും വളർച്ചയും അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ പൂർത്തീകരണവും. ഉദാഹരണമായിട്ട് പഴയ നിയമം പുതിയ നിയമം ബൈബിളിൽ നമ്മൾ കാണുന്നത് മനുഷ്യ ചരിത്രത്തിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിൻ്റെ വിവരണമാണ്. ഈ രക്ഷാകര ഇടപെടലിൽ തന്നെ നമുക്കൊരു വളർച്ച, ഒരു പൂർണ്ണത കാണാനായിട്ട് സാധിക്കും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 1-2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പൂർണ്ണതയുണ്ടെന്നുള്ളതാണ്. പഴയ കാലങ്ങളിൽ എങ്ങനെ ദൈവം വെളിപ്പെടുത്തി, പുതിയ കാലത്ത് എങ്ങനെ ദൈവം തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നു യേശുക്രിസ്തുവിലൂടെ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഈ സാമൂഹിക ദർശനത്തിൻ്റെ കാര്യത്തിൽ പോലും. അപ്പം ഈ 2 ഭാഗങ്ങളിലെ സാമ്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ 2 പഴയ നിയമവും പുതിയ നിയമം, അതിൽ 2ലും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ഒരു സാമൂഹിക ദർശനം നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ മനുഷ്യൻ്റെ മഹത്വമാണ്. അതിനടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ ഇമേജ് വഹിക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് മഹത്വത്തിൻ്റെ ഈ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യം, സാമൂഹ്യ ദർശനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന. ആ നിലയ്ക്ക് എല്ലാ മനുഷ്യരും തുല്യരും, സ്നേഹത്തിനും ബഹുമാനത്തിനും കരുതലിനും അർഹരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളിൽ നമ്മൾ കാണുന്നത്, മനുഷ്യരെ നമ്മൾ നിന്ദിക്കരുത്, അപമാനിക്കരുത് എന്ന് കാണുന്നൊരു കാര്യം. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. സുഭാഷിതം 17-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, പ്രത്യേകിച്ച് നിരാലംബരായിട്ടുള്ള മനുഷ്യരെ, സഹായിക്കാൻ ആരുമില്ലാത്ത മനുഷ്യരെ, അങ്ങനെയുള്ള ആളുകളെ നിന്ദിക്കുകയാണെങ്കിൽ ആരെയാണ് നിന്ദിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 17:5 അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കാം. ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുകയാണ്. കാരണം ദരിദ്രൻ്റെയും സൃഷ്ടാവ് ദൈവമാണ്. അപ്പം ഞാൻ എൻ്റെ ഈ ദരിദ്രനായിട്ടുള്ള എൻ്റെ സഹോദരനെ നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണെങ്കിൽ സൃഷ്ടാവിനെ നിന്ദിക്കുകയാണ്. അത് സുഭാഷിതങ്ങളിൽ നമ്മൾ 19-ാമത്തെ അധ്യായത്തിലും ഇതേ ആശയമാണ് കാണുന്നത്. 19-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ 19:17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കുകയും
എല്ലാവരോടും കരുണ കാണിക്കുകയൊക്കെ ചെയ്യണമെങ്കിലും പ്രത്യേകിച്ച് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹമുണ്ട്. അപ്പോൾ അവരോട് കരുണ കാണിക്കുക, അങ്ങനെയുള്ള ആളുകളെ ദൈവം സഹായിക്കും എന്ന് പറയുന്നൊരു, ദൈവം അനുഗ്രഹിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതേ ആശയം തന്നെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തപ്പോഴൊക്കെ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയവരോടുള്ള ഒരു കരുതൽ, കരുണ കാണിക്കൽ, അത് ദൈവത്തോടുള്ള ഒരു കരുതൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ കാണുന്നൊരു കാര്യം ഐഡന്റിഫിക്കേഷൻ. അതെ, ഐഡന്റിഫിക്കേഷനാണ് വാസ്തവത്തിൽ. അവരെ തള്ളിക്കളയരുതെന്നുള്ളതാണ്. അപ്പോൾ വേദനയിലൂടെ, വിശപ്പിലൂടെ, ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന ആളുകളോട് കൂടുതൽ സ്നേഹവും കരുണയും ഒക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി മറ്റൊരു സാമ്യം നമ്മൾ കാണുന്നത്, ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതൊരു കൽപ്പനയായിട്ടാണ്, നിർദ്ദേശവും കൽപ്പനയുമായിട്ടാണ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, ദൈവം ആവശ്യപ്പെടുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും ഒക്കെ പഴയ നിയമത്തിൽ ദൈവം ഇത് ആവശ്യപ്പെടുന്നു. ഒരു മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നിരാലംബരായിട്ടുള്ള ആളുകൾ, വിധവകൾ, ദരിദ്രർ, ഇങ്ങനെയുള്ള ആളുകളോട് കരുണ കാണിക്കുക, നീതിപൂർവ്വം അവരോട് പെരുമാറുക എന്നുള്ളതൊരു കൽപ്പനയായിട്ടാണ്. മാൻഡേറ്ററിയാണ്. അതെ, ഒരു കൽപ്പനയായിട്ടാണ്. എന്നിട്ട് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ അടിമകളായിരുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കണം. ഈ സഹനത്തിലൂടെയൊക്കെ കടന്നു പോയവരാണെന്നുള്ളത്. ദൈവം നീതിയും കരുണയും ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ഇത് തന്നെയാണ്, ആവശ്യപ്പെടുകയാണ്. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, അല്ലേ, എനിക്ക് കുടിക്കാൻ തന്നു. അപ്പം നിങ്ങളിത് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ളൊരു കാര്യമാണ്, ഒരു കൽപ്പനയാണ്. പരസ്പരം സ്നേഹിക്കണം എന്നുള്ളൊരു കൽപ്പനയാണ്, സ്നേഹത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ കരുതൽ എന്നൊക്കെ പറയുന്നൊരു കാര്യം. എന്നുവെച്ചാൽ നീതി ഒരു ഔദാര്യമല്ല, പലപ്പോഴും നമ്മളൊരു ഔദാര്യമായിട്ട് കാണും. അതല്ല, അത് ഒരു കൽപ്പന. സ്നേഹവും കരുണയും കാണിക്കുക എന്നുള്ളത് ഒരു ഔദാര്യമല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് ഏതാണ്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ഒബ്ലിഗേഷനാണ്. നമ്മുടെ അസ്തിത്വത്തിൻ്റെ, ക്രൈസ്തവരെന്നുള്ള നിലയിലുള്ള അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിശാലമായിട്ടുള്ള ഈ സാമൂഹ്യ ദർശനം. അപ്പോൾ പഴയ നിയമത്തിലെ സാമൂഹ്യ ദർശനവും പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനവും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു സാമ്യമുണ്ട്. ഒന്ന്, മനുഷ്യ മഹത്വം രണ്ടിനും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നു. മറ്റു രണ്ടിടത്തും നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു നിർദ്ദേശവും കൽപ്പനയും, ദൈവജനം അവശ്യം പാലിക്കേണ്ട ഒരു നിയമവും കൽപ്പനയുമായിട്ടാണ്. അപ്പോൾ ഈ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുകയും, ഈ കൽപ്പന നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ഈ കൽപ്പന അനുസരിക്കുന്നവന് കിട്ടുന്ന സൗഭാഗ്യവും ഈ കൽപ്പന അനുസരിക്കാത്തവന് കിട്ടുന്ന ശിക്ഷയും, ലഭിക്കുന്ന ശിക്ഷയും പഴയ നിയമത്തിൽ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ സാമ്യമാണ് രണ്ട്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലൊരു വ്യത്യാസമുണ്ട്, ഒരു പൂർണ്ണതയുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു പൂർണ്ണതയുണ്ട്. എന്താണ് പൂർണ്ണത? അതിൻ്റെ വ്യാപ്തിയിലുള്ള ഒരു കാര്യം, സ്കോപ്പിലുള്ള വ്യാപ്തിയിലുള്ളൊരു കാര്യമാണ്. പഴയ നിയമത്തിലെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇസ്രായേൽ ജനതയെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാമൂഹ്യ ദർശനമാണ്. അവരുടെ ഇടയിൽ, ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുത്ത ജനമായിട്ടുള്ള ഇസ്രായേൽ ജനതയുടെ ഇടയിൽ അവർ തമ്മിൽ പരസ്പരം പുലർത്തേണ്ട, അവരുടെ ബന്ധത്തിൽ പുലർത്തേണ്ട കാര്യങ്ങളാണ് പറയുക. അവരുടെ ഇടയിലെ ദരിദ്രർ, അവരുടെ ഇടയിലെ അനാഥർ, അവരുടെ ഇടയിൽ മർദ്ദിതർ, ചൂഷിതർ, അപ്പോൾ അവരോടുള്ള സമീപനത്തിനാണ്
ഈ പഴയ നിയമത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുള്ള ഒരു കാര്യം ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒരു പരിധി നിന്നുകൊണ്ടാണ്. അപ്പം ഇതിനപ്പുറം ഈ ഇസ്രായേലിന് അപ്പുറം ഒരു ലോകമുണ്ട്. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ഒരു ചെറിയ ഒരു രാജ്യമാണ്. അപ്പോൾ യഹൂദരെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമല്ല. അപ്പോൾ അവരുടെ ഇടയിൽ അവർ തമ്മിൽ പുലർത്തേണ്ട മനോഭാവം. അപ്പോൾ ഇത് പറയുമ്പോൾ പഴയ നിയമത്തിലെ വിജാതിയോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും മുൻഗണന ഇവർക്ക് മുൻഗണന എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ ഊന്നിയാണ്. അതിനപ്പുറമുള്ള ആളുകളെ കുറിച്ച് അധികം ഒന്നും സംസാരിക്കുന്നില്ല. പരദേശികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പരദേശികളുമായിട്ടുള്ള ബന്ധത്തെക്കാളും കൂടുതലായിട്ട് ഇവരുടെ ഇടയിൽ തമ്മിൽ അതിനാണ് ഫോക്കസ് എന്ന് പറയുന്നൊരു കാര്യം. അതിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് പുതിയ നിയമത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവാണ്, ഇൻക്ലൂസീവ് അല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല, ഈ പരിധിപ്പെടുന്നില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിലെ ഒരു വ്യത്യാസം. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ യൂണിവേഴ്സലാണ്, വളരെ വിശാലമായിട്ടുള്ള ഒരു സ്കോപ്പാണുള്ളത്. അതാണ് തമ്മിൽ വലിയ, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ദർശനമാണ്. അപ്പോൾ യഹൂദർ മാത്രമല്ല, വിജാതീയരെയും യഹൂദ വിഭാഗത്തിൽ പെടാത്തവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള, ഇസ്രായേലിന് പുറത്തുള്ളവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ളൊരു സാമൂഹ്യ ദർശനമാണ്. അതിൽ ഇവിടെ പരിധിയില്ല, ഒരു പരിമിതപ്പെടുത്തലില്ല. എന്ന് പറയുമ്പോഴത്തേക്കും വർഗ ദേശ വ്യത്യാസം കൂടാതെ ഉള്ള ഒരു സമീപനമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ സാമൂഹ്യ ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ദർശനം, പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ദർശനം. അത് യേശുക്രിസ്തുവിൻ്റെ സാമൂഹ്യ ദർശനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹ്യ ദർശനമാണ്. അത് അവിടുത്തെ ദൈവരാജ്യ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയിൽ നമ്മൾ കാണുന്ന എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ ഇടുന്ന വലയായിട്ട് അതിനെ സാദൃശ്യപ്പെടുത്താം എന്ന് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ തന്നെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് സാർവത്രിക രക്ഷകൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലാണ്, യൂണിവേഴ്സൽ സേവിയറാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഈ മാലാഖ ക്രിസ്തുവിൻ്റെ ജനനം അറിയിച്ചുകൊണ്ട് ആട്ടിടയന്മാർക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്ന സകല ജനത്തിനും വേണ്ടിയുള്ള, അല്ലേ, 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം, മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒന്ന് വായിക്കാവോ? ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നുള്ളത്. അതായത് സകല ജനത്തിനും വേണ്ടി, ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല, യഹൂദർക്ക് വേണ്ടിയിട്ടുള്ള മാത്രമല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള. ഇതേ ആശയം തന്നെയാണ് ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന വേളയിൽ ശിമിയോൻ ശിശുവിനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറയുന്ന ഒരു പ്രവചനമുണ്ടല്ലോ. ഒന്ന് വായിക്കാവോ? ലൂക്ക 2:28-29. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ
പ്രകാശവും. ഇനി സകല ജനത ആരാണെന്നുള്ളതാണ്. അത് വിജാതീയർക്ക് വിജാതീയരാണൊന്ന്. പിന്നെ വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയാണ്. അതായത് വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായിട്ടുള്ള ഇസ്രായേലിന് എന്താണ്? അത് മഹിമയുമാണ്. അപ്പൊ രണ്ടു കൂട്ടരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ് ശിമിയോൻ പറയുന്നത്. അതേ ഗ്രന്ഥത്തിൽ തന്നെ, ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 3-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ സ്നാപകയോഹന്നാന്റെ പ്രഭാഷണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തു സാർവത്രിക രക്ഷകനാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും സകല മനുഷ്യരും. അപ്പോൾ ഒരു സാർവത്രിക രക്ഷകനായിട്ടാണ് യേശുക്രിസ്തുവിനെ സുവിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിശാലമായിട്ടുള്ള ഒരു മാനമാണുള്ളത്. അപ്പോൾ സകല മനുഷ്യരും എന്ന് പറയുമ്പോഴത്തേക്കും യഹൂദരും വിജാതീയരും മാത്രമല്ല. അപ്പം മനുഷ്യർ സാധാരണഗതിയിൽ എങ്ങനെയൊക്കെ മനുഷ്യവംശത്തെ വിഭജിക്കുന്നുവോ, വിഭാഗീയത മനുഷ്യരുടെ ഇടയിലുണ്ടോ നമുക്കറിയാമല്ലോ. ഒന്ന് യഹൂദരും വിജാതീയനും രണ്ടായിട്ട് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വർഗത്തെ വംശത്തെ അടിസ്ഥാനപ്പെടുത്തി ആണെങ്കിൽ, പിന്നെ സ്ത്രീയും പുരുഷനും, അതെ വർണ്ണത്തിന്റെ പേരിൽ വ്യത്യാസപ്പെടുത്തുന്നു. ധനികനും സമ്പത്തിന്റെ പേരിൽ ധനികനും ദരിദ്രനും, അറിവിന്റെ പേരിലുണ്ട് അറിവുള്ളവനും അജ്ഞനും അറിവില്ലാത്തവനും, പിന്നെ ശുദ്ധനും അശുദ്ധനും. പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും യഹൂദരെ ശുദ്ധിയുള്ളവർ, യഹൂദരല്ലാത്തവരൊക്കെ അശുദ്ധിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ശുദ്ധനും പുണ്യവാനും പാപിയും ആണ്, ചുങ്കക്കാരനും പാപിയും. അങ്ങനെ പുണ്യവാനും പാപിയും ആയിട്ടുള്ളവരുണ്ട്. ചുങ്കക്കാരും പാപികളും ഒരു ഗണത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം ഇങ്ങനെ മനുഷ്യനെ സ്ത്രീയും പുരുഷനും, അടിമയും സ്വതന്ത്രനും, അപ്പം ഇങ്ങനെ മനുഷ്യവർഗത്തെ കമ്പാർട്ട്മെന്റാണ്. അങ്ങനെ വേർതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതിനെ പലതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം ഈ വേർതിരിവുകളെല്ലാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിലെ സാമൂഹ്യ ദർശനത്തിൽ അത് ഇല്ലാതെ വരികയാണ്. ആ മതിലുകൾ തകർക്കപ്പെടുകയാണെന്നുള്ളതാണ്. അപ്പം ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് യഹൂദരിലെ യാഥാസ്ഥിക വിഭാഗം മാറ്റി നിർത്തിയിരുന്ന, പ്രത്യേകിച്ച് ഫരിസേയർ മാറ്റി നിർത്തിയിരുന്ന, ഓരോ കാരണം പറഞ്ഞുകൊണ്ട് വേർതിരിച്ചു മാറ്റി നിർത്തിയിരുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന ഒരു മനോഭാവം, അത് ക്രിസ്തുവിൻ്റെ സാമൂഹ്യ ദർശനമാണ്. അതായത് എല്ലാവരും അവിടുത്തെ സ്നേഹത്തിനും പരിഗണനയ്ക്കും പാത്രീഭൂതരായി എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ലോകം സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത് ഒരു ചെറിയ മനുഷ്യരുടെ ലോകമാണ്. ചെറിയ മനുഷ്യരുടെ ലോകം എന്ന് പറയുമ്പോൾ വേദനിക്കുന്ന മനുഷ്യർ, ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത മനുഷ്യർ, ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള വേദനയിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്ന ആളുകൾ, പരിത്യക്തരായിട്ടുള്ള ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾ. അവിടുത്തെ ഉപമകൾ തന്നെ നോക്കുക, ഈ സമൂഹത്തിൽ താഴേക്കിടയിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ കഥാപാത്രങ്ങളാണ്. അന്യൻ്റെ വീട്ടിൽ, അയൽക്കാരൻ്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ അപ്പം അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ നമ്മൾ നോക്കണം. മുന്തിരിത്തോട്ടത്തിൽ ജോലി അന്വേഷിക്കും. നിങ്ങൾ എന്തിനാണ് ഇവിടെ വെറുതെ അലസരായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരും ജോലി നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കരയുന്ന മനുഷ്യർ, അതായത് പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ സങ്കടപ്പെടുന്ന മനുഷ്യർ, അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗിയായിട്ടുള്ളൊരു മനുഷ്യൻ, അവനെ തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം. അപ്പം ഇങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് മനുഷ്യരെ
ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ളൊരു സാമൂഹ്യ ദർശനമാണ് യേശുക്രിസ്തുവിൻ്റെ സാമൂഹ്യ ദർശനം. അത് സുവിശേഷത്തിൽ മാത്രമല്ല, അത് ആദിമ സഭയിൽ നമ്മൾ ലേഖനങ്ങളിലും എല്ലാം കാണുന്ന ഒരു സാമൂഹ്യ ദർശനമാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഇതുപോലെ വ്യക്തികളുടെ ഇടയിലൊക്കെ ഒരുപാട് വേർതിരിവുകൾ നമ്മൾ കാണുന്നില്ലേ? അല്ല, അത് വ്യക്തികളുടെ ഇടയിൽ സമൂഹത്തിലുണ്ട്. സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു, പൊതുസമൂഹത്തിൽ ഉണ്ട്, ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. അപ്പം നമ്മൾ ഈ നൂറ്റാണ്ടുകൾ ഇപ്പം വലിയ ഒരു വളർച്ചയൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. പല മേഖലകളിലും വളർച്ചയുണ്ടെങ്കിലും ശരി, വികാസം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും ശരി, ചിലപ്പോഴൊക്കെ മനസ്സിൻ്റെ ഒരു വികാസത്തിന് പകരമായിട്ട് അവിടെയെല്ലാം ഒരു ചുരുങ്ങൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സഭയിലും ഇങ്ങനെയുള്ള ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ഉണ്ട് വിഭാഗീയതകൾ ഉണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അല്പം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ യാഥാർത്ഥ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ സന്ദേശം, ബൈബിളിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. വ്യക്തികളും സഭാ സമൂഹവും തന്നെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ള വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒന്ന്, നമ്മൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സാമൂഹ്യ ദർശനത്തിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സ്കോപ്പിലാണ്. പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള ഒരു സാമൂഹ്യ ദർശനമാണ്. ഒരു പരിമിതിയില്ല. പഴയ നിയമത്തിൽ അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ടായിരുന്നുള്ളതാണ്. അതാണ് ഒന്ന്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ സാമൂഹ്യ ദർശനം, സാമൂഹ്യമായിട്ടുള്ള ഒരു കടപ്പാട്, അത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു കൽപ്പന കൊടുക്കുന്നു, ആ കൽപ്പന കൃത്യമായിട്ട് പാലിക്കാനായിട്ടുള്ള ഒരു ശ്രമം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കൽപ്പന ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ശിക്ഷ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ അത് സ്നേഹവും കരുണയുമാണ് മെച്ചപ്പെടുന്നത്. അതൊരു വലിയ വ്യത്യാസമാണ്. സ്നേഹത്തിലും കരുണയിലും അടിസ്ഥാനപ്പെടുത്തിയ ഒരു സാമൂഹ്യ ദർശനമാണ്. മറ്റേതൊരു ഒബ്ലിഗേഷനാണ്. അതായത് ഒരു കടപ്പാട്, നിയമപരമായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിൽ അവനോടുള്ള ഒരു സ്നേഹവും കരുണയും, അതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. കർത്താവ് മനസ്സലിഞ്ഞ്, മറ്റേത് നിയമം അനുശാസിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു ദർശനം. അവരെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി, മനസ്സലിഞ്ഞ് അനുകമ്പ തോന്നി എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ സാമൂഹ്യ ദർശനത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സാമൂഹ്യ ദർശനങ്ങൾ തമ്മിലുള്ള സാമ്യങ്ങളും അതേസമയമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇക്കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യിൽ അച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങൾക്ക് അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ബൈബിളിലെ സാമൂഹ്യ ദർശനം, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.